السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. കുട്ടികളൊന്ന് ശരിക്കിരുന്നിട്ടില്ലല്ലോ. നേരത്തെ നല്ല ഉഷാറായ സദസ്സായിരുന്നു. അപ്പോൾ അത് നിസ്കാരം കഴിഞ്ഞേക്കും മാറും. ശരിക്കും മക്കളൊന്ന് മക്കളൊന്ന് ശരിയാക്കി. സ്ത്രീകളെ ഭാഗത്തുനിന്ന് സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. പുറത്തു നിൽക്കുന്നവർ അകത്തേക്ക് കയറിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് സദസ്സ് വേഗത്തിൽ അവസാനിപ്പിച്ച് ബാക്കിയുള്ള അതിൻ്റെ മേഖലകളിലേക്ക് നമുക്ക് ചെയ്യാം. ഞാൻ ഇത്രയും സമയം സൂചിപ്പിച്ചു വന്നത് ഈ സദസ്സിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കേണ്ടുന്ന വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടതിൻ്റെ മഹത്വത്തെയും അതിൻ്റെ പഠനത്തെയും പ്രാധാന്യത്തെയും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം, ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്ന, ഇപ്പോൾ ഹാഫിളായ, ഇനി ഹാഫിളാകാൻ പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോടും ഇതേ പ്രായത്തിലുള്ള മക്കളുണ്ടായിട്ട് അവര് ഒരാളെയെങ്കിലും അത് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടാകാൻ കൂടെ വേണ്ടി എല്ലാവർക്കും വേണ്ടി പറയാം. ഇവരെ രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടോ? ഈ കുട്ടികളെ ഉണ്ടോ? ഒന്ന് കൈപൊക്കിയ രക്ഷിതാക്കൾ മാത്രം. ഇവിടെ ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ 4-5 പേരുള്ളൂ അല്ലേ? ഓക്കെ. ഹാഫിളീങ്ങളായ മക്കളുടെ ഉപ്പയും ഉമ്മയും എഴുന്നേറ്റ് നിൽക്കുമോ? 4 പേരുടെ വാപ്പയും ഉമ്മയും. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. 3 ഉമ്മാരുള്ളൂ, 4 ഉമ്മാരില്ലേ? ടിൻസ് ഉണ്ട്. ഓക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്. വാപ്പാര് ഓക്കെ, അൽഹംദുലില്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. കുട്ടികളെയും രക്ഷിതാക്കൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഓലെയും അംഗീകാരം കൊടുക്കേണ്ട ആൾക്കാർ അവരിതിന് വിട്ടതുകൊണ്ടല്ലേ അവർ ഈ ഒരു സമ്മാനം പറ്റാൻ മക്കളെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് അവരെയും കൂടെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഈ ഒരു വിഷയത്തിൽ സ്വാഭാവികമായും എൻ്റെ 2 മക്കളെ ഞാൻ വിവിധമായ സ്ഥാപനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു സ്ഥാപനം നാട്ടിൽ നടത്തുന്നുണ്ട്. അത് വൈകുന്നേരത്ത് സ്കൂൾ വിട്ടു വന്നതിന് ശേഷം മാത്രം ഒരു 5:30 മണിക്ക് ആ പരിസരത്തുള്ളവരെ മാത്രം, ഹോസ്റ്റൽ സംവിധാനം ഇല്ലാതെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു വശങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഒരു വലിയ, എല്ലാ കുട്ടികളും കളിക്കാൻ പോകുന്നു. അപ്പോൾ ഇവർ 5 മണിക്ക് 5:15 ഹിഫ്ള് പഠിക്കാൻ വരികയാണ്. എല്ലാ കുട്ടികളും വൈകുന്നേരത്ത് പല കറക്കങ്ങൾക്ക് പോകുന്നു. നമ്മുടെ കുട്ടിക്ക് രാത്രി 9:30 മണി വരെ അവിടെ ഹിഫ്ളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ ഒരു രക്ഷിതാവിന്റെ പ്രഷറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണമല്ലോ. പക്ഷെ ഇതൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ ഇനി പറയുന്ന കുറച്ച് കാര്യം വാപ്പമാര് ഉമ്മമാരുടെ മനസ്സിനകത്ത് എഴുതി വെച്ചാൽ നമ്മുടെ കുട്ടിക്ക് ഖുർആനിന്റെ കഴിയുന്നത് പോലെയുള്ള ഒരു ശ്രമം നമുക്ക് ചെയ്യാൻ മടി ഉണ്ടാവില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ്. പഠിപ്പിക്കുക. ഒരുപക്ഷെ അതിന് മക്കളെ പറഞ്ഞേക്കലൊക്കെ അതിന്റെ ഭാഗമാണ്. അത്തരം ഒരു സംരംഭത്തിന് പൈസ കൊടുത്ത് സഹായിക്കൽ അതിന്റെ ഭാഗമാണ്. അതൊക്കെ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനല്ലേ? മഹാരഥന്മാരായ ഉലമാക്കന്മാര് പറയാണ്, ഈ ഒരു ഹദീസ് ഒരു മനുഷ്യനെ ഖുർആൻ പഠിക്കാനും ഹിഫ്ളാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടി അല്ലെങ്കിൽ പഠിക്കുന്നവരെല്ലാം അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉത്തമനായ വ്യക്തിയാണ്. അങ്ങനത്തെ സ്ഥാനം കൊടുക്കണമെന്നാണ്. അത്ര സ്ഥാനം കൊടുക്കാനുണ്ട്. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആളുകളോട് അല്ലാഹു തആല പറയും, നീ ഓടിക്കോളൂ, വർത്തഖി, അത്രയും ഉയരത്തിൽ ദറജയിലേക്ക് നീ ഉയർന്നോളൂ, വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫിദ്ദുനിയാ, ദുനിയാവിൽ നീ എത്രയാണോ ഓതിയതെങ്കിൽ അവിടെയായിരിക്കും പരലോകത്തെ നിന്റെ സ്ഥാനം.
ഇവിടെ എത്ര ആയത്തോതിയോ ആ ആയത്തുകളുടെ എണ്ണത്തിനനുസരിച്ച് നാളെ സ്വർഗത്തിലെ ദറജ കൂടും. ഒരു കുട്ടി ഒരു ജുസ് ഹിഫ്ളാക്കണമെങ്കിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം ആലോചിച്ചു. അപ്പൊ ആ കുട്ടിന്റെ സ്ഥാനം എവിടെ ഇരിക്കും ആലോചിച്ചു. ആ കുട്ടിന്റെ ഖുർആൻ ഹിഫ്ള് കേൾക്കുന്ന അധ്യാപകന് നാളെ സ്വർഗത്തിലെ സ്ഥാനം. നീ ഓതി എവിടെയാണോ അവസാനിച്ചത് അവിടെയാണ് സ്വർഗത്തിലെ നിന്റെ സ്ഥാനം. സ്വർഗത്തിന് 100 തട്ടുകളാണ്. ഒരു തട്ടെന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെയും ഭൂമിന്റെയും ഇടയിലുള്ള വിശാലതയാണ്. അങ്ങനത്തെ 100 തട്ട്. മറ്റൊരു ഹദീസിൽ ഒരു 100 വർഷക്കാലം യാത്ര ചെയ്താലാണ് ഒരു തട്ട് കടക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് അല്ലാഹുവിന്റെ ദറജ അവന് കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, ഹദീസുകൾ പഠിപ്പിച്ചിരിക്കുന്നത്. വമൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ, വഅമില ബിഹി, അതിലുള്ളത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ, ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു കിരീടം ധരിപ്പിക്കുന്നതാണ്. ആരെ? അവരെ പഠിപ്പിച്ച മാതാപിതാക്കളെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്തൊരു കിരീടം അവർക്ക് കൊടുക്കുന്നതിന്റെ പ്രത്യേകത പറയാണ്. അല്ലാഹു അഹ്സന മിൻ ലൗഇ ശംസി, തെളിഞ്ഞു നിൽക്കുന്ന സൂര്യന്റെ പ്രകാശത്തേക്കാൾ വെളിച്ചമുള്ള കിരീടമായിരിക്കും. എല്ലാവരും ഇങ്ങനെ കാണും, അതിന്റെ ലൈറ്റ് എല്ലാവരും ഇങ്ങനെ അനുഭവിക്കും. ആളുകൾക്കിടയിൽ അവരുടെ സ്ഥാനം അങ്ങനെ ദർജ ഉയർന്നു നിൽക്കും. എന്ത് പരലോകത്ത് അള്ളാഹ് നമ്മളെ പ്രശംസിച്ച് കിരീടം തരണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം അറിയിച്ചു. ഇസ്ലാം മഹത്തരമായ സ്ഥാനമാണ്. വാപ്പാക്ക് ഉമ്മാക്ക് മക്കളെ ആ രൂപത്തിൽ തർബിയത്ത് കൊടുക്കാൻ ശ്രമിച്ചാൽ കിട്ടുന്ന മഹത്വം പഠിപ്പിച്ചത്. ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉൻ മിനൽ ഖുർആനി കൽ ബൈത്തിൽ ഖരീബ്. നേരെ മറിച്ച് ഒരു വ്യക്തിന്റെ മനസ്സിൽ ഖുർആൻ എന്നൊരു സൂറത്തില്ല, ഖുർആൻ എന്നൊരു ജുസ് ഇല്ല, ഖുർആൻ എന്നൊരു പകുതി ജുസ് പോലും ഇല്ല. അങ്ങനത്തെ മനുഷ്യൻ തകർന്ന കെട്ടിടം പോലെയാണ്, നശിച്ച വീട് പോലെയാണ്. ഒരു ഫായിദയില്ല, ഒന്നുമില്ലാത്തവനെ പോലെയാണ്. നമ്മളെ പറ്റി ചിന്തിച്ചു നോക്കി. ഞാൻ അങ്ങനെയാണോ പഠിച്ചോനെ? ഒന്നുമില്ലെങ്കിൽ എനിക്ക് കഴിവില്ലേ? 6236 ആയത്തുകൾക്കിടയിൽ നിന്ന് അവസാനത്തെ ജുസ്ഇൽ 586 ആയത്താണ് അമ്മയത്തെ സാഅലൂൻ മുതൽ അത് പഠിച്ചൂടെ? നിത്യം ഓതാൻ പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്, അത് പഠിച്ചൂടെ? ഹാമീം സജദ, അറിയാവുന്ന സൂറത്തുകൾ, ആവശ്യമുള്ള സൂറത്തുകളെങ്കിലും പഠിച്ചു വെച്ചൂടെ? അതിന്റെ അർത്ഥം പഠിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസുകൾ നടക്കുന്നുണ്ട്. അത് മാത്രമാകരുത്, അതെങ്കിലും നമ്മൾ പങ്കെടുക്കണ്ടേ? പുരുഷന്മാരുടെ ക്ലാസുകൾ വൈകാതെ വേഗത്തിൽ അത് ആരംഭിക്കണം. പരമാവധി പങ്കാളിത്തം ഉണ്ടാവണം. നമ്മുടെ ലിസ്റ്റിലുള്ളവരെ മൊത്തം വിളിക്കണം. ആ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടവർ ആരാണെന്ന് നമ്മൾ ഇരുന്ന് ചിന്തിച്ചിട്ട് അവരൊക്കെ കൂടി. നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ വീട് കേറി വിളിച്ച് രണ്ടാമത് കാണുമ്പോൾ ഓർമ്മപ്പെടുത്തി, മൂന്നാമത് ഫോണിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കും. അവൻ വരണമെന്ന് വിചാരിച്ചിട്ടാ. അതുപോലെ നമ്മൾ ദീന് പഠിക്കാൻ ആളെ നമ്മൾ ഇതിലേക്ക് വിളിച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. വാപ്പാന്റെയും ഉമ്മാന്റെയും സ്ഥാനം എത്ര വലുതാന്ന് പറഞ്ഞു. ഖുർആൻ ഇല്ലാത്തവൻ ബൈത്തുൽ ഖരീബാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉലമാക്കന്മാര് പറയാ, അള്ളാഹുവിന്റെ സ്വന്തക്കാരെന്ന് അള്ളാഹ് പ്രശംസിച്ചതാണ് അഹ്ലുല്ലാഹി വഖാസ്സുഹു. ഖുർആൻ പഠിച്ചാൽ ആഖിറത്തിൽ ദറജ ഉയർത്തപ്പെടുന്നവർ അവരാണ്. ഖുർആൻ പഠിക്കുന്ന മക്കളുടെ വാപ്പാനും ഉമ്മാനും അള്ളാഹു പരലോകത്ത് ആദരിക്കുന്നു പറഞ്ഞു. അവർ പഠിക്കുന്നവർ നാജീനൽ മുഹ്തദീൻ, സന്മാർഗം കിട്ടിയ വിജയിച്ചവരിൽ പെട്ടവരാണ്. നാളെ പരലോകത്ത് ഏറ്റവും ഉയർന്ന ദറജകളിലേക്ക് അവർ എത്തപ്പെടുകയാണ്. നമ്മുടെ മക്കൾ ഏത് സമയത്ത് എപ്പോ വേണമെങ്കിലും നമ്മെ വിട്ട് പിരിയാമെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളിൽ നിന്ന് പിരിയുമെങ്കിൽ, നമുക്ക് കിട്ടിയ ആ പ്രായത്തിൽ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. ഗൾഫിലെ സൗദി അറേബ്യയിലെ ജയിലിൽ അവസാനത്തെ ആഗ്രഹമുണ്ടോ എന്നൊരു പ്രതിയോട് ചോദിക്കാൻ വധശിക്ഷക്ക് വിധിക്കും. വധശിക്ഷക്ക് ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മകൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഉമ്മാനൊന്ന് കാണണം എന്ന് പറഞ്ഞു. ജയിൽ സ്റ്റാഫുകൾ അദ്ദേഹത്തിന്റെ ഉമ്മാനെ ഫോൺ വിളിച്ചു, നിങ്ങളുടെ മകൾക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്.
ആ മകൻ ഉമ്മയെ അവസാനമായും കാണാൻ വേണ്ടി വന്ന ഉമ്മയെ ജയിലിന്റെ കമ്പികൾക്കുള്ളിൽ നിന്ന് കെട്ടിപ്പിടിച്ച് അവസാനം കുറച്ചു സമയം കഴിഞ്ഞേക്ക് തന്റെ കൈയെടുത്ത് ഉമ്മയുടെ മുഖത്ത് നോക്കി രണ്ടടി അങ്ങടിച്ചു. നിങ്ങളാണ് എന്നെ നശിപ്പിച്ചത്, നിങ്ങളാണ് ഈ അവസ്ഥയിലേക്ക് എന്നെ ആക്കിയത്. എനിക്ക് ദീന് തന്നില്ല, സൽസ്വഭാവം പഠിപ്പിച്ചില്ല, എന്നെ ഉപദേശിച്ചില്ല, എന്നെ തിരുത്തിയില്ല. നാളെ പരലോകത്ത് നമ്മുടെ കുട്ടികൾ നമുക്കെതിരെ വിരൽ ചൂണ്ടിയിട്ട് ഞങ്ങൾ ഉമ്മാനും പാപ്പാനും ഇങ്ങ് കാണിച്ചതാ, ഞങ്ങളെ കാലിന്റെ ചവിട്ടി, കാലിന്റെ താഴെ ഒന്നും കെടുതാ ചവിട്ടി മരിക്കാൻ. അത്രക്ക് വെറുപ്പോടെ കൊടുക്കേണ്ടത് കൊടുക്കുക, തിരുത്തേണ്ടത് തിരുത്തുക, ഉപദേശിക്കേണ്ടത് ഉപദേശിക്കുക. നല്ല സ്നേഹവും നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നിടത്ത് നല്ലോണം ശ്രദ്ധിക്കുക. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അങ്ങനെ പറഞ്ഞാല് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഹോസ്റ്റലിലാക്കുക. അപ്പൊ നമ്മൾ വീട്ടുകാർ ഇങ്ങനെ ടൂറ് ഓൻ വന്നിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്ന് പറയുന്നു. മോനുള്ളപ്പോഴേ നമുക്ക് ടൂറുള്ളൂ. അവന് പഠിക്കുന്നെങ്കിൽ നമ്മുടെ വീട്ടിലും അവൻക്കൊരു റോൾ ഉണ്ടാവും. കുട്ടികളില്ലാത്ത തക്കം നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കറങ്ങാൻ നടക്കും. എന്നിട്ട് അവിടുന്ന് ഫോൺ വിളിക്കും, എടാ ഞങ്ങൾ മൈസൂരാണുള്ളത്, ഞങ്ങളിപ്പോ ഏതായാലും ഉമ്മാക്കും വാപ്പാക്കൊക്കെ ഒഴിവല്ല, അപ്പൊ ഞങ്ങൾ കുട്ടികൾക്ക് ഞങ്ങള് പോയില്ലേ. അങ്ങനെ ഉണ്ടാവരുത്. അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ ഒരു വീട്ടിലൊരു സൽക്കാരം ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും മോന് 2ാം ശനിക്ക് വരും. ഇവിടെ എപ്പോഴാ ലീവ്? മക്കളെ ലീവില്ലേ? ഉണ്ടോ? എന്നാണ്? അൽഹംദുലില്ലാ. ആ ലീവ് ഇവരിങ്ങനെ കലണ്ടറിൽ ചോപ്പിച്ചിരിക്കുകയാണ് ആ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ വീട്ടിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? ഇന്ന് ഏതായാലും വേണ്ട, കുട്ടികൾ ഏതായാലും 2 ആഴ്ച കഴിഞ്ഞാൽ വരും. അന്ന് എല്ലാം അവരെ പരിഗണിച്ചായിരിക്കണം വീട്ടിലെ സിസ്റ്റം പോകേണ്ടത്. 2, അവരുടെ എല്ലാ കാര്യങ്ങളിലും പരിഗണിക്കേണ്ടത്. ഓരോ ഫോൺ വിളിയിലും അടപ്പ് എന്തായി, എവിടെ പഠിച്ചത്, നമ്മൾ ഫുള്ള് സംസാരം അവന്റെ ഖുർആൻ റിലേറ്റഡ് ആയിരിക്കും. അവന് മേടിച്ചു കൊടുക്കുന്ന സമ്മാനങ്ങൾ പോലും ഇന്നലെ തീർത്ത 1ാമത്തെ ജുസ് തീർത്തപ്പോ ഉമ്മാന്റെ സമ്മാനം ഇതേപോലെ 30 കഴിയാൻ കാത്തിക്കണ്ട, ഇടക്കിടക്ക് കൊടുത്തോളി. കുട്ടികൾ നല്ല മോട്ടീവായിട്ട് വരും. അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഈ വിഷയത്തിൽ നല്ല ശ്രദ്ധയുണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഏറ്റവും സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, ഈ മാർഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന വലിയ പ്രാധാന്യത്തോടെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന മക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 4 ഹാഫിളുകളെ ഞാൻ കണ്ടു. ഒരു 20 ജുസ് കഴിഞ്ഞവരുണ്ടോ ഈ സദസ്സിൽ? കുട്ടികൾ ഒരാള് 2 ആള്, മാഷാ അല്ലാഹ്, അധികം വൈകാതെ 3 ആളുകൾ. 20 കഴിഞ്ഞവർ. ഓക്കെ. 15 കഴിഞ്ഞവരുണ്ടോ? 15ന്റെയും 20ന്റെയും ഇടയിൽ ഇല്ല. ഗേൾസിന്റെ ഇടയിൽ ആരെങ്കിലും ഹാഫിളുകൾ ഉണ്ടോ? ഈ സ്ഥാപനത്തിൽ നിന്നല്ല, എവിടുന്നെങ്കിലും? ഒന്നുമില്ല, ഒരെണ്ണം പോലും ഇല്ല. ഒരെണ്ണം, പേരിന് ഒരെണ്ണം ഉണ്ടോ? ഒന്നുമില്ല. 20 കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഗേൾസിന്റെ ഇടയിൽ? ഇല്ല. നിങ്ങൾക്കൊക്കെ 4-5 പെൺകുട്ടികളുണ്ട്, ഒരെണ്ണത്തിനും ഇല്ലേ ഒന്നും. 10 കഴിഞ്ഞവരുണ്ടോ? നിങ്ങളെ മാനം കാക്കാൻ വേണ്ടി 2 വയസ്സുള്ള കുട്ടിയെ കയ്യൊന്നിച്ച് ഒന്ന് ചിന്തിക്കണം. ഇതേ ആൺകുട്ടികളെയും പുരുഷന്മാരും മാത്രം റോളല്ല, സ്ത്രീകൾക്കും കൂടി ഉള്ളതാണ്. എല്ലാവർക്കും സ്ത്രീകളുടെ ഖുർആൻ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മണിക്ക് നടക്കുക. ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് എപ്പോഴെങ്കിലും ഒരു ദിവസമല്ല, മുടങ്ങാത്ത ക്ലാസ്സുകളായി നമ്മുടെ സ്ത്രീകളുടെ ക്ലാസ്സുകൾ മാറേണ്ടതുണ്ട്. പുരുഷന്മാരും അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം ജൂലൈ 31-ാം തീയതി 1ാമത്തെ ക്ലാസ് നിറഞ്ഞ സദസ്സായി നമ്മുടെ വീട്ടിലത്തെ 9ാം ക്ലാസ്സുകാരൻ, +2കാരൻ, ഡിഗ്രിക്കാരൻ, 7ാം ക്ലാസ് മദ്രസ അവസാനിപ്പിച്ച ആൺകുട്ടി പെൺകുട്ടി അങ്ങനെ കിട്ടാവുന്ന ലിസ്റ്റ് ചെയ്തിട്ട് ആ ക്ലാസ്സിലേക്ക് പറ്റാവുന്നവരൊക്കെ അതിലേക്ക് കൊണ്ടുപോകാൻ വാപ്പമാരെ ശ്രദ്ധിച്ചോളൂ. ഇല്ലെങ്കിൽ നാളെ നമ്മൾ ഏതെങ്കിലും ഒരുത്തന്റെ മുമ്പിൽ പോയിരുന്ന ഒരു കൗൺസിലിംഗ് തരുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരും. ആലോചിങ്ങള്, ഇന്ന് എൻ്റെ നാട്ടിൽ ഞാൻ കോളേജ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ അടുത്ത സ്റ്റോപ്പിൽ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഒരു രോഗിനെ കാണിച്ച് തിരിച്ചു വരുമ്പോൾ
അയാളുടെ ഫാമിലി ബാക്കിലുണ്ടായി. ഒരു കുഴിയിൽ അങ്ങ് ഓട്ടോറിക്ഷ ചാടിയപ്പോ ബാക്കിലുണ്ടായിരുന്ന കുട്ടി തെറിച്ചു പോയി. വണ്ടി കയറി, ബാക്കിൽ നിന്ന് വന്ന് വണ്ടി കയറി കുട്ടി മരിച്ചു. 6 വയസ്സുള്ള കുട്ടി ബാപ്പ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് പിറകിൽ നിന്ന് തെറിച്ച് ബാപ്പാന്റെ മുമ്പിൽ വെച്ച് മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആപത്തുകളും നമ്മെ കാത്തുരക്ഷിക്കുന്നു. 20 വയസ്സുള്ള കോളേജിൽ പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന മോൻ ഇന്ന് രാവിലെ നമ്മുടെ പ്രവർത്തകന്റെ മകൻ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ, ആളെ തെരഞ്ഞിട്ട് കാണാനില്ല, വീടിന്റെ കിണറ്റിൽ നിന്ന് മരിച്ചു കിടക്കും. ഒരു പ്രശ്നം, ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. 20 വയസ്സാണ് പ്രായം. നമ്മുടെ അറബി കോളേജിൽ വഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഡിഗ്രി, നമ്മുടെ പ്രവർത്തകയാണ്. നമ്മുടെ ഖുർആൻ ക്ലാസിന്റെ ഒക്കെ സംഘാടനത്തിലും ഗേൾസ് വിങ്ങിനെയൊക്കെ ചലിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. 20 വയസ്സ്. ഇപ്പൊ PGക്ക് പഠിക്കാൻ വേണ്ടി കോഴ്സ് രജിസ്റ്റർ ചെയ്ത് ഫീസ് അടച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ കുട്ടികളെ നമുക്ക് എത്ര കാലം എന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നറിയില്ല. കിട്ടുന്നത് ഈ തരത്തിലുള്ള നല്ല നീയത്തോടു കൂടെയാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട ഹാഫിളീങ്ങളെ, ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ, മനസ്സിൽ ആഗ്രഹവുമായി നടക്കുന്നവരെ, നിങ്ങളോട് ആദ്യമായി ഞാൻ സൂചിപ്പിക്കുക, പ്രത്യേകിച്ചും ഇപ്പോൾ ഹിഫ്ള് പൂർത്തിയാക്കിയ എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകളോടെ തന്നെ പറയാണ്, നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത് അൽ മുദാവമതു അലൽ മുറാജഅ. എന്റെ കഴിഞ്ഞു, ഹിഫ്ള് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇരിക്കരുത്, മുറാജഅ ആരംഭിക്കണം. ഇനി ഫസ്റ്റ് മുതൽ ദൗറ എന്നല്ലേ പറയും, റിപ്പീറ്റ് ആരംഭിക്കണം. കൃത്യമായി ഫോളോ അപ്പ് ഉണ്ടാവണം. നബി തങ്ങൾ പറഞ്ഞു, ഖുർആനിനെ നിങ്ങൾ നന്നായി ബന്ധിപ്പിക്കണം. ഫവല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദി ലഹു അശദ്ദു തഫല്ലുതൻ മിനൽ ഇബ്ലി ഫീ യഖ്ലിഹാ. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കയറൂരി വിട്ടാൽ അത് തെറിച്ചോടുന്ന പോലെ അതിനേക്കാൾ ഖുർആൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകും. എന്തുണ്ട്? പോകാതിരിക്കാൻ മുറുകെ പിടിക്കാം, നന്നായി മുറാജഅ നടത്തുക. ഒരു ദിവസം ചുരുങ്ങിയത് 1 ജുസ് ഓതാൻ ശ്രമിക്കാം. ഒരു ദിവസം 1 ജുസ് റിപ്പീറ്റ് ചെയ്യാം. ആഴ്ചയിൽ 7 ജുസ് റിപ്പീറ്റ് ചെയ്യാം. മാസത്തിൽ ഒരു കമാലായ 30 ജുസ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ മാസവും ഇത് നടക്കണം. ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാല് നമുക്ക് അൽബക്കറ പോലും കിട്ടൂല. ഇത് ശ്രദ്ധിച്ചോ, നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത് അൽ അമലു ബിമാ ഫീ. നമ്മൾ ഓതിയ ഖുർആനിന്റെ പ്രവർത്തിക്കാനുള്ള വകുപ്പ്, കർമ്മത്തിൽ നമ്മൾ ഹാഫിളായി മാറണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ ഓതണം എന്ന് മാത്രമല്ല പറഞ്ഞത്, അള്ളാന്റെ കിതാബ് നിങ്ങൾ ഓതണം, പാരായണം ചെയ്യണം. പിന്നെയോ അത് നിങ്ങൾ പ്രവർത്തിക്കണം, നിസ്കാരം നിലനിർത്തണം. ഖുർആൻ ഓതണം, നിസ്കാരം നിലനിർത്തണം. ഹാഫിളായിട്ട് പള്ളിയിലില്ല, ഹാഫിളായിട്ട് സുബ്ഹിക്കില്ല, ഹാഫിളായിട്ട് ജമാഅത്തിനില്ല, ഫോണ് പിടിച്ചങ്ങൾ നടക്കുന്നുണ്ട്. എന്തായിരിക്കും അവസ്ഥ? ഖുർആൻ പറഞ്ഞത് പ്രവർത്തിക്കാൻ, ഖുർആനിലുള്ള കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി അയാൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഉലമാക്കന്മാർ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, ഒരാള് ഹാഫിളായാൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്കുണ്ടോ എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ കണ്ണാടിയിൽ ചിന്തിക്കണം. 1, യതജന്നബിൽ മആസി, എല്ലാ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. സിഗരറ്റ് വലിക്കുന്ന സ്വഭാവത്തിൽ അവനെ കാണാൻ പാടില്ല, ലഹരിയിൽ അവനെ കാണാൻ പാടില്ല, പാന്റ് വലിച്ചെടുക്കുന്ന രംഗം കാണാൻ പാടില്ല, ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് കാണാൻ പാടില്ല. അല്ലാഹുവിന്റെ കലാമ പഠിച്ചൊരു കുട്ടിയാണ്. സകല ദോഷങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് കൂടെയുള്ളവരെല്ലാം ചെയ്താലും ഞാൻ മാറി നിന്നേ പറ്റൂ എന്ന തീരുമാനം ഉണ്ടാവണം. 2, നബിന്റെ സ്വഭാവങ്ങൾ നമ്മിലേക്ക് വരണം. നല്ല പുഞ്ചിരിക്കുന്ന വ്യക്തിയായി മാറണം. ആളുകളോട്, മുതിർന്നവരോട് ബഹുമാനം ഉണ്ടാവണം. കണ്ടാ സലാം പറയണം. അതിഥികൾ വരുമ്പോ സ്വീകരിക്കുന്ന സ്വഭാവം ഉണ്ടാവണം. ഉമ്മയെ സ്നേഹിക്കുന്ന മക്കളാവണം. ഹാഫിളായിട്ട് ഉമ്മമാര് സങ്കടപ്പെട്ട അനുഭവങ്ങൾ എന്റെ മുമ്പിലുണ്ട്. ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയുടെ മാതാവിന്റെ കരച്ചിൽ ഇപ്പോഴും എന്റെ തലയിൽ, എപ്പോഴും എന്നെ ഷോക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
അവനൊരു പെണ്ണിന്റെ കൂടെ ഇറങ്ങിപ്പോയി. അതിന് പെൺകുട്ടി ഇറങ്ങിപ്പോലുണ്ട്. ഈ ഒരു പയ്യൻ ഒരു ക്രിസ്ത്യാനിയായ പെണ്ണിന്റെ കൂടെ ഇറങ്ങിയെന്ന് പോയി. ഒറ്റ മകൻ, ഒരേ ഒരു മകൻ, ഹാഫിളായ മകൻ. എന്നിട്ട് അവന്റെ വീഡിയോസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. നല്ല സിനിമാ സ്റ്റൈൽ ആൽബങ്ങൾ റെക്കോർഡ് ചെയ്ത പോലെ അവനും അവളും തമ്മിലുള്ള വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിൽ അവൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ചെയ്തു പോയിന്ന് മാത്രമല്ല, അത് എല്ലാവരോടും പ്രഖ്യാപിച്ച്. അവന്റെ ഉമ്മ പറയാണ്, ഒന്ന് വന്നാ മതി, ഇന്നൊന്ന് കാണാൻ വന്നാ മതി, വാപ്പ മരിച്ചാളാ, എന്റെ അടുത്ത് വന്ന് ഇരുന്നാ മതി, ഇത്രക്ക് ഹറാമോൻ ചെയ്താലും എന്റെ ഒരു മകനല്ലേ, എനിക്ക് ഇന്നൊന്ന് വന്നൂടെ, എന്റെ കണ്ടൂടെ. ഇല്ല, ആ പെണ്ണിന്റെ കീഴിൽ അവൻ അടിമപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ സുന്നത്തിന്റെ വക്താക്കളാവുക, ഹറാമിന്റെ വക്താക്കളാക്കി മാറാൻ പാടില്ല എന്നർത്ഥം. മൂന്നാമത്തേത്, വിശുദ്ധ ഖുർആനിന്റെ സ്വാധീനം പ്രകടമാക്കണം. നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ എഴുതി ചാടി പോണവനാകരുത്. സുന്നത്തുകൾ നമ്മൾ പാലിക്കണം. നമ്മൾ ഏത് സമയത്തും നമ്മുടെ വേഷത്തിലും വസ്ത്രത്തിലും സംസാരത്തിലും ഖുർആനിന്റെ സ്വാധീനം ഉണ്ടാക്കുന്നവനായി മാറണം. മ്യൂസിക്കിന്റെ എഡിക്റ്റായി മാറരുത്, റീൽസിന്റെ എഡിക്റ്റായി മാറരുത്, സിനിമകളുടെ എഡിക്റ്റായി മാറരുത്, ഗെയിമിന്റെ ആളായി മാറരുത്. ഇതൊക്കെ നമ്മളെ മൈൻഡ് പോകും. 3 നിങ്ങൾ ഇനി മുതൽ ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും പഠിപ്പിക്കാനും പതുക്കെ ശ്രമിക്കണം. വലിയ വലിയ സ്ഥാപനം നടത്തണമെന്നല്ല പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ളവർക്കെങ്കിലും, അയൽവാസികൾക്കെങ്കിലും, അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാർക്കെങ്കിലും അറിയാവുന്ന സൂറത്തുകൾ മദ്രസ കുട്ടികൾക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുക്കുന്നവനാകാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ചെറിയ കുട്ടികൾക്കും അയൽവാസികൾക്കും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കുക. നിങ്ങളുടെ നാട്ടിൽ പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ ചെറിയ മക്കളെ ഇരുത്തിയിട്ട് ഹൽക്ക തുടങ്ങി 4 ആള് 3 ആള് വെച്ചിരുന്നിട്ട് ഖുർആൻ ഓതി പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഖുർആൻ ഉപയോഗപ്പെടുത്താൻ ഖുർആനികമായ മത്സരങ്ങളിൽ പങ്കാളികളായിട്ട് അങ്ങനെ നിന്റെ റിപ്പീറ്റേഷന് വേണ്ടി നീ ശ്രമിക്കാം. 4ാമത്തെ കാര്യം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിശുദ്ധ ഖുർആനിന്റെ തദബ്ബുറുണ്ടായി മാറണം. എന്താണ് ഞാൻ ഹിഫ്ളാക്കിയ ഖുർആനിന്റെ അർത്ഥം? ഞാൻ ഓതിയ ഖുർആനിന്റെ മഅന എന്താണ്? മീനിങ് എന്താണ്? എന്താ ഈ ആയത്തിൽ ഇങ്ങനെ പറയുന്നത്? പഠിക്കണം. അത് സാധ്യമാകുന്ന വഴികൾ അവൻ ഉണ്ടാകണം. നിങ്ങളുടെ കൽബിന് കൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? നിങ്ങൾ എന്താ ഖുർആനെ പറ്റി ചിന്തിക്കണില്ലേ, ആലോചിക്കണില്ലേ? അത് തുറന്ന് ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴേ നമുക്ക് തുമനീനത്ത് കിട്ടുകയുള്ളൂ, നമുക്ക് ജീവിതത്തിൽ ഖുശൂ ഉണ്ടാവുകയുള്ളൂ, ധാരാളം അറിവുകൾ നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. കേവലം ഓതിപ്പോയാൽ അത് കിട്ടൂല എന്നർത്ഥം. പറ്റുമെങ്കിൽ ചെറിയ ചെറിയ തഫ്സീറുകൾ, സൗദിയിലൊക്കെ പുറത്തിറക്കാറുള്ള 5 ജുസിന്റെ 10 ജുസിന്റെ ഒക്കെ തഫ്സീർ ഉണ്ടാകും. അത് പഠിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി വായിച്ചു നോക്കുക. അറബിയിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 7ാമത്തെ വയസ്സിൽ ഹിഫ്ളായി. 7ാമത്തെ വയസ്സിൽ ഹിഫ്ളായി. ആര്? ഫലസ്തീനിലെ ഗസയിലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അവിടെ ഇന്ന് പിഞ്ചു പൈതങ്ങൾ പട്ടിണി കിടന്ന് മെലിഞ്ഞുണങ്ങിയ ശരീരവുമായി മുലപ്പാല് ലഭിക്കാതെ, ഭക്ഷണം ലഭിക്കാതെ പാത്രങ്ങൾ പിടിച്ച് ഇരിക്കുകയാണ്. അല്ലാഹുവേ, ഫലസ്തീനെ നീ സഹായിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനേ. അല്ലാത്തൊരവസ്ഥ നമുക്ക് നമ്മുടെ തഹജ്ജുദിലും ഖിയാമുൽ ലൈലിലും ഒക്കെ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട്. വിശുദ്ധ ഇസ്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇമാം ഷാഫിഈ തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അദ്ദേഹം ഖുർആൻ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുക. 7ാമത്തെ വയസ്സിൽ ഖുർആൻ ഹാഫിളാക്കി. വാപ്പ മരിച്ച കുട്ടിയായിരുന്നു. പക്ഷെ ഉമ്മമാര് ഉമ്മ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കും. 11ാമത്തെ വയസ്സിൽ അവിടുത്തെ ഇമാം മാലിക്കിന്റെ മുവത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം മനപ്പാടാക്കി. ഖുർആൻ പഠിച്ചു. എന്താ ഉള്ളത്? ഞാൻ ഹദീസ് കാണാതെ പഠിക്കും. 14ാം വയസ്സ് മുതൽ ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കാൻ തുടങ്ങി. 19ാം വയസ്സ് മുതൽ ഫത്വ കൊടുക്കാൻ തുടങ്ങി. അതൊക്കെ ഓൾക്ക് പറ്റും, നമുക്ക് പറ്റും. നമ്മൾ ഇരുന്നൊന്ന് ഡെഡിക്കേറ്റഡ് മൈൻഡ് ഉണ്ടെങ്കിൽ. അവർക്കില്ലാത്ത ഓൺലൈൻ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ, അവർക്കില്ലാത്ത AC-യും ഫാനും വാഹനങ്ങളും ടൗണുകളും എന്തൊക്കെ സൗകര്യങ്ങൾ. ഓർഡർ ചെയ്യാനുള്ള സാധനങ്ങൾ വരെ ഒന്ന് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ മന്തി മുതൽ എല്ലാ സാധനവും വീട്ടിലെത്തുന്നൊരു കാലം. ഇതൊന്നുമില്ലാത്തപ്പോഴാണ് ഇതൊക്കെ പഠിച്ചത് എന്ന് ഓർമ്മിക്കുക.
അഞ്ചാമത്തേത് അൽ-ഇഖ്ലാസു ഫിൽ ഹിഫ്ദി വൽ അമലി. എന്ത് ചെയ്യുമ്പോഴും കാട്ടിക്കൂട്ടലാവരുത്, ആർക്കെങ്കിലും വേണ്ടിയാവരുത്. അങ്ങനെ ഉമ്മാക്കും ബാപ്പാക്കും സ്ഥാപനത്തിന് വേണ്ടി ഒരു ഹാഫിദല്ല, എനിക്ക് വേണ്ടിയാണ്, എനിക്ക് സ്വർഗം കിട്ടാനാണ്, ഇതെന്റെ നന്മക്കാണെന്ന മനസ്സറിഞ്ഞ ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധരായില്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. ഒരു ഹദീസിൽ പറയാണ്, നരകത്തിലേക്ക് ആദ്യം വലിച്ചു കൊണ്ടുപോകുന്നത് 3 ആളെയാണ്. ആ 3 പേര് നല്ല മനുഷ്യന്മാരാണ്. ഒന്നാമത്തെ ആള് നന്നായി സ്വതക്ക ചെയ്യുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ഞാനൊരു സ്വതക്കക്കാരനാണെന്ന് ജനങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും. കോടികൾ കൊടുത്ത മനുഷ്യനാണ്. രണ്ടാമത്തെ ആള് ഷഹീദാണ്, യുദ്ധത്തിൽ മരിച്ച ഷഹീദ്. അവനെ കൊണ്ടുവരും, എന്നിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവനോട് ചോദിക്കും, നീ എന്താ ചെയ്തത്? ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായില്ലേ? അല്ലാഹുവിന്റെ മറുപടി, കെദബ്താ, നീ കളവാണ് പറയുന്നത്, നീ ഒരു ശുജാഇൻ, ധീരനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നീ ആ പണിയൊക്കെ ചെയ്തത്. നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകപ്പെടും. മൂന്നാമത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഹാഫിളിനെയാണ്, ഒരു ഖാരിഇനെയാണ്. അവനോട് ചോദിക്കും, നീ എന്താ ചെയ്തത്? ഞാൻ ഖറഅതു കിതാബ്, അല്ലാഹുവിന്റെ കിതാബ് ഓതി പഠിച്ചവനാണ്, ഒരുപാട് ആളുകൾക്ക് ദീൻ ഖുർആൻ ക്ലാസ് എടുത്ത ആളാണ്. അല്ലാഹുവിന്റെ മറുപടി, ശരിയാണ്, പക്ഷേ നീ ഒരു ഖാരി ആണ്, നല്ല ഖിറാഅത്തുള്ള ആളാണ്, നല്ലൊരു ഹാഫിളാണ് എന്നൊന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ചെയ്തത്. അവന് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, ഇഖ്ലാസ് എന്താണെന്നുള്ളത് പ്രിയപ്പെട്ടവർ നമ്മൾ അവർക്ക് മക്കൾക്ക് നന്നായി ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒന്നും ഈ സമ്മാനങ്ങളോ പ്രൗഢിയോ വലിയ വലിയ ഇതിന്റെ റീൽസോ വീഡിയോസോ അതൊക്കെ ഒരു ജസ്റ്റ് നമ്മുടെ സമാധാനം അത്രേ ഉള്ളൂ. അതൊന്നും നമ്മുടെ ലക്ഷ്യമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. 6 അൽ-ഇസ്തിഖാമത്തി വസ്സബാത്തി, നല്ല നേരായ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, ജനങ്ങൾക്ക് നേതാക്കന്മാരായി മാറാൻ കഴിയുക, ജനങ്ങൾക്ക് ആശ്രയ കേന്ദ്രമായി മാറാൻ ശ്രമിക്കുക, ദീന് വിടാതെ മുറുകെ പിടിക്കുക, എക്സ് മുസ്ലിമായി ഹാഫിദ് മാറരുത്, നിരീശ്വരവാദിയായി മാറരുത്, ദീന് വേണ്ടെന്ന് പറയുന്ന ലിബറലിസ്റ്റായി മാറരുത്. എല്ലാ ഫിത്തനകളിലും ഖുർആനിന്റെ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല ഇബാദത്തും സൽസ്വഭാവങ്ങളും പാലിക്കാൻ വേണ്ടിയുള്ള ശ്രമം അവന്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഏറ്റവും ചുരുങ്ങിയ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനും അങ്ങനെ മരിക്കാനുമുള്ള മഹത്തായ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ ഹൈസ്കൂൾ പ്ലസ് 2 പ്രായത്തിലുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചയും CR നടന്നുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരം 3 മണിക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഹൈസ്കൂൾ പ്ലസ് 2 ഡിഗ്രി പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ CR കൊടുത്തില്ല എങ്കിൽ ബെസ്റ്റികളും ക്രഷും വേറെ കുറെ ആളുകളുമായി കൊണ്ട് അവരങ്ങ് ജീവിച്ച് ഒന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കൈ കൊടുക്കാൻ മോളെ കിട്ടിക്കോളണം എന്നില്ല. നമ്മുടെ പെൺമക്കൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ എന്താണ്? ഞാനൊരു കോളേജിലെ അധ്യാപകനാണ്. 2000-ന്റെ മേലെ മക്കൾ അവിടെ വന്ന് പഠിച്ചു പോകുന്നു. ഒരു ഷാള് പോലും തലയിലില്ലാത്ത ആയിരക്കണക്കിന് മുസ്ലിം കുട്ടികളെ നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. LP UP ഒക്കെ ആണെങ്കിൽ കുട്ടികളല്ലേ എന്ന് പറയാം. ഒരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചില കുട്ടികളൊക്കെ വാപ്പമാര് ഗേറ്റിന്റെ അടുത്ത് കൊണ്ടുവന്ന നല്ല വാർത്തയൊക്കെ പിന്നൊക്കെ പൊത്തി കൊടുന്ന വാപ്പ തിരിച്ചങ്ങ് പോയാൽ ഓരോന്നോരോന്ന് ഊരിയിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ തോണ്ടിയിട്ട് അവന്റെ ചങ്ങായിന്റെ കൂടെ പോയിരിക്കും. ഭർത്താക്കന്മാര് കല്യാണം കഴിഞ്ഞിട്ട് ഓൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അവളെ അടിച്ചു പൊളിക്കാൻ വന്ന് പഠിക്കാൻ വരില്ല, ഓള് ടൈം പാസിന് വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഭർത്താവ് കൊണ്ടുവന്ന് കയറ്റിങ്ങാണ്. പിന്നെ ഇവള് കാണാം മറ്റേ ചങ്ങായിന്റെ കൂടെ മുട്ടായി വീട്ടിൽ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ഭർത്താവ് ഒരു മണങ്ങനായിട്ടും ഇവനൊരു ക്രഷായിട്ടും ഇവനൊരു ബെസ്റ്റ് ആയിട്ടൊക്കെ കൊണ്ടു നടക്കുക. ഈ കൾച്ചറിലേക്ക് നമ്മുടെ മക്കൾ വരാതിരിക്കണമെങ്കിൽ അതിനാണ് ഈ CR പോലുള്ള സംവിധാനങ്ങൾ ഇരുത്തി ആ കുട്ടികളെ മാത്രം ഇരുത്തി അവർക്ക് വീഴാൻ സാധ്യതയുള്ള അപകടങ്ങളെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ, നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ എന്തുമാകട്ടെ ദഅവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പള്ളി തന്നെ ഉണ്ടാവില്ല, ഒരു ഹിഫ്ള് സ്ഥാപനം വെറുതെ ഉണ്ടാവില്ല.
ഒരു സംഘം ആളുകളുടെ നിരന്തരമായ പ്രാർത്ഥനയും ഇഖ്ലാസ് നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി ഇരിക്കുമ്പോഴാണ് ഈ നാട്ടിൽ ദീനെത്താത്ത ഒട്ടനേകം മനുഷ്യരുണ്ട്. ഖുറാഫാത്തുകളുടെ മാമൂലുകളുമായി ജീവിക്കുന്നവരുണ്ട്. ദീൻ അറിയാതെ എന്തെല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. നീറുന്ന കുടുംബ പ്രശ്നങ്ങളുമായി ജീവിക്കുന്നവരുണ്ട്. എന്റെയും നിങ്ങളുടെയും ചുമതലയാണ് അംറു ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ. നല്ലത് പറഞ്ഞു കൊടുക്കുക, തെറ്റ് കാണുമ്പോൾ തടുക്കുക, മിണ്ടാതിരിക്കരുത്. മൻ റആ മിൻകും മുൻകറ, ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ മിണ്ടാതിരിക്കരുത്. ഫൽയുഗയ്യിർ ബിയദി, കൈ കൊണ്ട് തടുക്കാൻ പറ്റുന്നിടത്ത്. മകന്റെ അടുത്ത് കണ്ടാൽ, ഭാര്യന്റെ അടുത്ത് കണ്ടാൽ നമുക്ക് കൈ പിടിക്കാനുള്ള അധികാരമുള്ള സ്ഥലമാണ്. വമൻ, ആരെങ്കിലും കണ്ടാൽ, തെറ്റ് കണ്ടാൽ അതിന് സാധിച്ചില്ലെങ്കിൽ ഫബിലിസാനിഹി, വായ കൊണ്ടെങ്കിലും അത് വേണ്ടട്ടോ എന്ന് നാവ് കൊണ്ട് എതിർക്കണം. സാധിച്ചില്ലെങ്കിൽ കൽബ് കൊണ്ടെങ്കിലും വെറുക്കുന്ന സ്വഭാവം ഉണ്ടാവണം. തിന്മകളോട് സമരസപ്പെട്ടു പോകുന്നവരായി മാറാൻ പാടില്ല എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുക. ദഅ്വാ രംഗത്ത് മീറ്റിങ്ങുകൾ വിളിക്കണം, മീറ്റിംഗിൽ പങ്കെടുക്കണം, ചർച്ച ചെയ്യണം, നമ്മുടെ നാട്ടിലെ വീടുകൾ ലിസ്റ്റ് ചെയ്യണം, മെമ്പർഷിപ്പ് കൊടുക്കേണ്ട സാഹചര്യം എത്തുമ്പോൾ അത് നമ്മൾ പരിഗണിക്കണം. എന്നിട്ട് ഈ ദീനിനെ ശക്തിപ്പെടുത്തി അള്ളാഹുവിന്റെ ദീനിലേക്ക് നയിച്ചുകൊണ്ടാണ്. നമ്മൾ ഈ സദസ്സിന്റെ ഇടയ്ക്ക് എത്ര വ്യക്തികളുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ അവരും നമ്മൾ തമ്മിലുള്ള ബന്ധം? അവർ നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിലെ ഒരു മെമ്പറായി. അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ ആ പ്രാർത്ഥനകൾ നടക്കും. അതുകൊണ്ട് നമ്മുടെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ആദർശ ദഅ്വ പ്രബോധന രംഗത്ത് സമ്പത്ത് കൊണ്ട്, വായ കൊണ്ട്, ലേഖനങ്ങൾ കൊണ്ട്, പുസ്തകം കൊണ്ട്, പീസ് റേഡിയോ കൊണ്ട്, ജമീൽ കൊണ്ട്, എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിങ്ങനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. സംഘടന വളർത്താനല്ല, നേതാക്കന്മാരെ പൊക്കി കാണിക്കാനല്ല, ആരുടെയെങ്കിലും മുമ്പിൽ ആളെ കാണിക്കാനല്ല. അള്ളാഹിന്റെ ദീൻ എല്ലാവർക്കും ലഭിക്കണമെന്ന മഹത്തായ താല്പര്യം നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ തൊട്ട് അടുത്ത നമ്മുടെ ദിവസങ്ങളിൽ മരണപ്പെട്ട അടുത്ത വീട്ടിൽ തന്നെയുള്ള മൊയ്തു സാഹിബ് നമ്മുടെ വിട പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ക്ഷമയും ഈമാനും പ്രതിഫലവും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. രോഗികളായ നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു സമ്പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ, ഇസ്ലാമായതിന്റെ പേരിൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കെല്ലാം അള്ളാഹുവേ നീ ആശ്വാസമാകണമേ. ഖുർആൻ പഠിച്ച ഈ മക്കളുടെ ഇത്രയും വിലപ്പെട്ട ത്യാഗം പടച്ചറബ്ബേ നീ സ്വീകരിച്ച് അവർക്കത് നിലനിർത്തി മരിക്കും വരെയും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു മഹത്തായ നിധിയാക്കി നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. അവരുടെ മാതാപിതാക്കൾക്ക് അർഹിക്കുന്ന ദർജയും ബറകാത്തുകളും അതിന്റെ എല്ലാ ഖൈറുകളും അവരുടെ വീട്ടിൽ, കുടുംബത്തിൽ, ദാമ്പത്യത്തിൽ നീ ഉണ്ടാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി തരണമേ. ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന അതിന്റെ സംഘാടകരായ, അതിന്റെ പിന്നിലുള്ള അണിയറക്കാരെ എല്ലാവർക്കും വലിയ ശക്തിയും ത്വാഖത്തും ആഫിയത്തും പ്രദാനം ചെയ്യുന്ന റഹ്മാനേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം എല്ലാവരെയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 ക്ലാസ്സുകളുടെ കാര്യം കൂടെ പറഞ്ഞു. ഒന്ന് സ്ത്രീകളുടെ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ച എടുത്തതാണ്. പുരുഷന്മാരുടെ ക്ലാസ് ജൂലൈ 31 മുതൽ ആരംഭിക്കണം. എല്ലാ വ്യാഴാഴ്ചയും മഗ്‌രിബ് മുതൽ ഇശാ ജമാഅത്തുമായിട്ട്